അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാനിൻ്റെ 10 ദിവസങ്ങളും അതിലേറെയും കഴിഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്രയും ദിവസത്തെ എൻ്റെ നോമ്പ് അനുഷ്ഠിക്കൽ, എൻ്റെ നോമ്പ് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആത്മവിചാരണ നടത്തേണ്ട സമയമാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സൂറത്ത് അൽ ബഖറയിലൂടെ അല്ലാഹു കൃത്യമായി പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി എത്രയത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ ആരാധിക്കുക എന്നതാണ് ഈ നോമ്പ് കൊണ്ട്, നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും ജനങ്ങളിൽ തഖ്വയിലുള്ളൊരു ജീവിതത്തെ പാടെ മറന്നുകൊണ്ടുള്ള ഒരു വ്രതമനുഷ്ഠിക്കലാണ് സ്വാഭാവികമായും കണ്ടുകൊണ്ടിരിക്കുന്നത്. തഖ്വ എന്നാൽ നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുകയും കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വആമഹു വശറബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വ്യാജ സംസാരവും പ്രവർത്തനവും അവിവേകം കാണിക്കുന്നതും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാൾ പാനീയങ്ങളും ഭക്ഷണപാനീയങ്ങൾ വർജിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. ഈ ഹദീസിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, നോമ്പുകാരൻ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്നും നിഷിദ്ധങ്ങളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കണമെന്നും ഈ ഒരു ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഇന്ന് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണുന്ന ഒരു വിഷയം, അവരുടെ വസ്ത്രധാരണയെ സംബന്ധിച്ച് അശ്രദ്ധരായിക്കൊണ്ടാണ് അവർ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പർദ്ദയിട്ട സ്ത്രീകളിൽ പോലും ഔറത്തായ കാൽപാദങ്ങൾ പോലും മറക്കാതെയുള്ള ഈ ഒരു രീതി അവരുടെ നോമ്പ് എത്രമാത്രം സ്വീകാര്യയോഗ്യമാണ് എന്നുള്ളതും കൂടെ അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകളുടെ കാലിൻ്റെ അടിഭാഗം പോലും ഔറത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ റസൂലുള്ള പറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുമായ മുഴുവൻ നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും മുസ്ലിമത്തിൻ്റെയും കടമയാണ്. ചീത്ത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ തിന്മകളും ഒരു പ്രശ്നമേയല്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് പൊതുസമൂഹം ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ പരിശുദ്ധിയും ശ്രേഷ്ഠതകളും കാത്തു സൂക്ഷിക്കുകയും അവയിലൂടെ ആത്മീയ ചൈതന്യം നേടിയെടുക്കുകയും ആ ചൈതന്യത്തിലൂടെ മറ്റു മാസങ്ങളിൽ കൂടി ജീവിക്കുകയും ചെയ്യുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമാണ് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.